കാക്കു ചോദിക്കണേ. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതന്നെ ഒരു കച്ചവടം നടക്കത്തേ ഉള്ളൂ. കാക്കുവിനെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടും. ഈ വീഡിയോ കാണുമ്പോ കാക്കുവിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടും. കാക്കുവിന്റെ സാധനങ്ങൾ വാങ്ങും. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 ഇന്ന് ഞങ്ങൾ രാവിലെ കടയിൽ വന്ന് കട തുറക്കാനായിട്ടൊക്കെ വന്നപ്പോൾ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പ്രായമായ ഒരു ചേട്ടൻ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നല്ല ക്ഷീണിതനായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ആകെ അവശനായി വന്ന അദ്ദേഹത്തിന് ആദ്യം ഞങ്ങൾ ഒരു നാരങ്ങാവെള്ളം സർബത്ത് കൊടുത്തു. അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം കുടിച്ച് അപ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കുറച്ച് സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ തിരക്കി. ഇടയ്ക്ക് അദ്ദേഹം അതിലെ വരുമ്പോൾ കടയിൽ വന്ന് ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് നമ്മുടെ കടയിൽ വന്നാണ് അല്പസമയം ആശ്വസിക്കുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കും അത് വലിയ സന്തോഷമാണ്. കാരണം പ്രായമായ ഒരു മുതിർന്ന അച്ചായൻ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കും അത് അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഉപദേശങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഇവിടെ കയ്യിലുള്ള പെട്ടിയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത്തർ കച്ചവടമാണ് എനിക്ക്. അപ്പോൾ അത്തർ വിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കച്ചവടമൊക്കെ ഇച്ചിരി മോശമാണ്, ആൾക്കാരുടെയിലൊക്കെ സാമ്പത്തികം കുറവാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല, നമുക്കൊരു ചാനലുണ്ട്, അച്ചായൻ ഞങ്ങളോട് അല്പസമയം ആ ചാനലിന് വേണ്ടി ചെലവഴിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അതിന് തയ്യാറായി. നമ്മുടെ ചാനലിന് വേണ്ടി അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. പേരെന്താണ്? അബ്ദുൽ കരീം. പ്രായം എത്ര ഉണ്ട്? അല്ല, 75 വയസ്സ് അല്ലേ? അതായത് 75 വയസ്സുണ്ട് കേട്ടോ. 75 വയസ്സുള്ള അബ്ദുൽ കരീം എന്നാണ് പേര്. വീട് എവിടെ ആയിട്ടാ? മലപ്പുറത്തുകാരനാ കേട്ടോ, മലപ്പുറത്തുകാരനാണ്. അപ്പം അദ്ദേഹം ഇവിടെ കോട്ടയ്ക്കലിലുണ്ട്. ഇപ്പം നൂറടിയിലാണ്, നൂറടി ഫ്രണ്ട്സ് തട്ടുകടയിലാണ്. അതായത് നൂറടി പാലത്തിനോട് ചേർന്നുള്ള തട്ടുകടയിലാണ് നിൽക്കുന്നത്, റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിന് എതിർവശത്ത്. അപ്പൊ അദ്ദേഹം മിക്കവാറും ഈ തട്ടുകടയിൽ വന്ന് കുറച്ച് സമയമൊക്കെ നടന്നു പോകുമ്പോൾ ക്ഷീണം വരുമ്പോൾ കയറി ഇരിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങളുമായിട്ട് കുറെ കുശല സംഭാഷണങ്ങളൊക്കെ നടത്തി. അദ്ദേഹത്തിന്റെ ക്ഷീണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും പോകും, വെയിലത്തൂടൊക്കെ നടന്നു വരുന്ന. കാരണം ഇത്രയും വയസ്സുള്ള ഒരു പ്രായമുള്ള എൻ്റെ അച്ചായന്റെ പ്രായമുണ്ട്. അപ്പോൾ 75-80 വയസ്സൊക്കെ ഉള്ള ഒരു അച്ചായനാണ്, കാക്കുവാണ്. അപ്പൊ ഈ കാക്കുവിനെ നമ്മൾ കാണുമ്പോൾ ഇപ്പം നൂറടിയിൽ, അതുപോലെ കോട്ടപ്പടി, അതുപോലെ വടക്കേമണ്ണ ഈ ഭാഗത്തൂടൊക്കെ ഇദ്ദേഹം പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അത്തർ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു ചെറിയ പെട്ടിക്കകത്ത് കുറച്ച് അത്തറും അതുപോലെ സുറുമയൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പം വീട് പുലർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ എനർജറ്റിക്കോടെ പോകുന്ന നമ്മുടെ കാക്കുവിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും പ്രായമുള്ള അച്ചായനും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങളും വാങ്ങുന്നുണ്ട്. ഞങ്ങളിപ്പോ കാക്കുവിൻ്റെ നിന്ന് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ കാക്കുവിൻ്റെ നിന്ന് ഞങ്ങൾ അത്ര നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളും എടുക്കും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ സാധനത്തിന് 50 രൂപ മുതലുള്ള സാധനമുണ്ട് കയ്യിൽ. അത്തർ നല്ല സ്മെല്ലുള്ള, 50 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ലുള്ള അത്തറാണ്. പല ഫ്ലേവറൊക്കെ ഉണ്ട്, മുല്ലപ്പൂവുണ്ട്, അങ്ങനെ പല ഫ്ലേവറുണ്ട്, ചോക്ലേറ്റ്, അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വാങ്ങാം. അപ്പോൾ ഒരെണ്ണമെങ്കിലും, ഞാൻ പറഞ്ഞ് 1, 2, 3 നമ്മൾ എത്രയോ രൂപ പൊടിച്ച് വെറുതെ കളയുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുക. നമ്മുടെ സ്വന്തം കാക്കുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. മുഖമൊക്കെ നോക്കി വെക്കണേ. അപ്പോൾ ഇദ്ദേഹം റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കടയിൽ ഇടയ്ക്ക് വന്നിരിക്കും. നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ചടഞ്ഞിരുന്നാൽ പോലും നമ്മൾ രോഗികളായി മാറും. ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ ബോഡിക്ക് ആരോഗ്യം കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു സന്തോഷമില്ല ഇതൊക്കെ വിൽക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ എത്ര വർഷമായി ഇപ്പം അല്ല ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട്? 4 വർഷമൊക്കെ ആയി. കാരണം ഒന്നാമത്തെ കാര്യം, കാക്കുവിന് പ്രായവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ കാക്കുവിന് ജീവിക്കാൻ വേണ്ടിയിട്ട് കാക്കു ഇങ്ങനെ ഒരു ചെറിയ ബിസിനസ്സും ഒക്കെ ആയിട്ടാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. ഇപ്പം ഭാര്യയും 4 മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്വയമായിട്ട് ഒരു അധ്വാനിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? പിള്ളേരൊക്കെ വേറെ മാറി താമസിക്കാനൊക്കെ തുടങ്ങിയോ? കല്യാണമൊക്കെ കഴിഞ്ഞു മാറി താമസിക്കാൻ 2 പേര് മാറി, 2 പേരും കൂട്ടത്തിലുള്ളൂ. അപ്പോൾ കാക്കു നമ്മുടെ അത്തർ നമുക്കൊന്ന് കാണാം. കാക്കുവിന്റെ അത്തർ അല്ല, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ പ്രായമല്ലേ, കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടു നടക്കുന്നുള്ളൂ. അപ്പോൾ അതിന്റെ കുറെ വെറൈറ്റികളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ എന്താണ്? സുറുമ, കണ്ണെഴുതുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ കാക്കുവിനെ ഒന്ന് നോക്കി വെച്ചോ മലപ്പുറംകാരൊക്കെ. പാവം ഒരു സാധുവായ ഒരു കാക്കുവാണ്.
നല്ലൊരു പ്രായം. എനിക്ക് അഭിമാനം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലും കാക്കു നല്ല ചുറിയുറുക്കോട് കൂടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നടക്കാനൊക്കെ ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ നമുക്കറിയാം. നമുക്കും വീട്ടിലെ പ്രായമുള്ള എൻ്റെ അച്ചായൻ്റെ പ്രായമുണ്ട് കേട്ടോ. എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് കാക്കുവിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടും. എങ്കിലും തളരാതെ ഇതൊക്കെ പതറാതെ ഇതിനു വേണ്ടി ഇറങ്ങി അധ്വാനിക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഇത് കണ്ണെഴുതുന്ന സുറുമയാണ്. ലേഡീസൊക്കെ കാണുകയാണെങ്കിൽ, അതുപോലെ വീട്ടിലെ ആർക്കെങ്കിലും വേണ്ടി വന്നാൽ ഇതുപോലെ കാക്കു ഈ റോഡ് വഴിയൊക്കെ നടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരു സൂട്ട് കേസൊക്കെ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ പ്രായമുള്ള കണ്ടോ മുഖമൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഒരു സുറുമയൊക്കെ വാങ്ങുക, അത്തറ് വാങ്ങുക, പാവമുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങി നമ്മളാ കഴിയുന്ന രീതിയിൽ ഒരു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അത്ര, ഇതെല്ലാം ഓരോ അത്തറുകളാണ് കേട്ടോ. പല ടൈപ്പ് അത്തറുകളൊക്കെ ഉണ്ട്. അതായത് ഓരോ സ്മെല്ല്, അതായത് എന്തിൻ്റെയൊക്കെയാണ്? മുല്ലപ്പൂവുണ്ട്, ഫോഗുണ്ട്, ചെമ്പകപ്പൂവുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കസ്തൂരി ഉണ്ട്, സോളിഡ്, ഫോഗ്, അമീർ, അങ്ങനെ പലത്, ഊത് അല്ലേ, അങ്ങനെ പല വെറൈറ്റികളൊക്കെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്, പല വെറൈറ്റികൾ. അപ്പൊ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാല് ഒരെണ്ണമെങ്കിലും നിങ്ങൾ കാണുമ്പോൾ, ഈ കാക്കൂനെ കാണുമ്പോൾ ഈ വഴിയൊക്കെ നമ്മുടെ ഇപ്പം നിൽക്കുന്നത് നൂറടി പാലത്തിനോട് ചേർന്ന് ഫ്രണ്ട്സ് തട്ടുകടയിലാണ്, ഫ്രണ്ട്സ് ഈവനിങ് കോഫിയിലാണ്. പലപ്പോഴും നമ്മുടെ ഇവിടെ കടയിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും, കുശലമൊക്കെ പറയും, കച്ചവടം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം വളരെ സരസമായിട്ടൊക്കെ സംസാരിക്കുന്ന കാക്കൂനെയൊക്കെ കാണുമ്പോൾ ഒരെണ്ണമൊക്കെ വാങ്ങാൻ നോക്കുക. കാക്കു പറയുന്ന കേട്ടോ, നിങ്ങളെ പറ്റുന്ന രീതിയിൽ 1 2 ഒക്കെ വാങ്ങി എന്നെ സഹായിക്കൂ. അങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ വലിയ കാര്യം തന്നെയാണ്. എനിക്കത് വലിയ സഹായമാവും. മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങണം അല്ലേ? കണ്ടോ കാലയിലൊക്കെ കണ്ടോ, പാവമുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അല്ല, ഞാൻ എന്നാലും പറയാം, മുട്ടുവേദനയൊക്കെ ആയിട്ട് പാവം ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ടാണ്. വളരെ കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എനിക്ക് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ടോളും, വാങ്ങിക്കോളും. ഇതിലൊക്കെ ഇനി പോകുമ്പോൾ 100 അടി കൂടെ ഒക്കെ പോകുമ്പോൾ വടക്കേമണ്ണ 100 അടി എവിടെയൊക്കെ പോകാറുണ്ട്, കറങ്ങുമല്ലേ, പല സ്ഥലത്തൂടെ ഒക്കെ പോകാറുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ പോകാറുണ്ട് അല്ലേ. കോട്ടപ്പടി പോകാറുണ്ട്, വടക്കേമണ്ണ പോകാറുണ്ട്, 100 അടി പോകാറുണ്ട്, കോട്ടക്കലിലൊക്കെ പോകാറുണ്ട്. അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ കാക്കൂനെ ഒന്ന് നോക്കി വെക്കണേ. അതായത് വരുമ്പോ നിങ്ങളുടെ മുന്നിൽ കൂടി ഇദ്ദേഹം വരുമ്പോ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സ്യൂട്ട് കേസില് പെട്ടിയില് അത്തറൊക്കെയാണ് കേട്ടോ, സുറുമയുണ്ട്, അത്തറൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങുക. ഒരാൾ 1 2 ഒക്കെ സാധനം ചെറിയ വിലയൊക്കെ ഉള്ളൂ വാങ്ങി ഒന്ന് സഹായിക്കുക. കാരണം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പം എന്തായാലും നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ നന്മകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മൾ വെറുതെ എത്രയോ രൂപ പൊടിച്ചു കളയുന്നുണ്ട് ആവശ്യമില്ലാതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ, ഒന്ന് പറ്റുന്ന രീതിയിൽ. നല്ല കാക്കുവാണ്, സ്നേഹമുള്ള കാക്കുവാണ്. അപ്പോൾ ഒന്ന് വാങ്ങുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നോക്കി വെക്കുക. അല്ല കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഇത് 150 രൂപയാണ്. 150. മറ്റേ എത്ര രൂപ മുതലുള്ളതുണ്ട്? അതായത് 50 രൂപ മുതൽ 30 രൂപ. അപ്പോൾ ഞാനും എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കാക്കുവിൻ്റെ ഈ അത്തറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ അത്തറിനാണെങ്കിൽ 150 രൂപ. അത് നല്ല മണമാണ് കേട്ടോ, നല്ല സൂപ്പർ മണമാണ്, നല്ല അടിപൊളി ഇതാണ്. അതുപോലെ ഇതിന് 50 രൂപയേ ഉള്ളൂ. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു 2 3 ഒക്കെ ആണെങ്കിലും ചെറുതായിക്കോട്ടെ, അദ്ദേഹത്തിനൊരു ഉപകാരമാകില്ലേ. നമ്മുടെ ഒരു കൂടപ്പറപ്പല്ലേ. അപ്പം നമുക്ക് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഞാൻ ഏതായാലും എനിക്ക് എടുക്കാൻ ഞാൻ എടുത്തു. കാരണം കാക്കുവിൻ്റെ ഞാൻ ഇതെടുത്തപ്പോൾ കാക്കു എന്നോട് പറഞ്ഞു ബിസ്ക്കറ്റിന്റെ ഒരു സംഭവം കൂടെ ഉണ്ട്, അത് നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതുകൂടെ ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും. കാരണം ഞാൻ എന്നാൽ കഴിയുന്ന ചെറിയ സഹായമൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. നമ്മളും സാധാരണക്കാരല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതവും കൂടെ നടക്കും. അതെ, നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും ബൈ ബൈ.